ഹലോ മക്കളെ, വെൽക്കം ടു മാത്സ്ഡോ. ഇറ്റ്സ് മീ ഷാദിൽ പി. നിങ്ങളുടെ സ്വന്തം മാത്സ്ഡോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSLC മാത്തമാറ്റിക്സിലെ 13ാമത്തെ ചാപ്റ്ററാണ്, സ്റ്റാറ്റിസ്റ്റിക്സ്. ഈ ചാപ്റ്ററിന്റെ ഒരു പ്രത്യേകത, എല്ലാ വർഷവും തുടർച്ചയായിട്ടുള്ള എല്ലാ വർഷങ്ങളിലും മോഡൽ എക്സാമിനും SSLC എക്സാമിനും സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നുള്ള 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യനും 2 അല്ലെങ്കിൽ 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യനും കൂടി ടോട്ടൽ 2 ക്വസ്റ്റ്യൻസ് ആണ് കാര്യമായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് എഴുതുക. അഥവാ 7 to 8 മാർക്കിനാണ് എല്ലാ വർഷവും സ്ഥിരമായിട്ട് ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ ഈ ചാപ്റ്ററിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏകദേശം വെറും 5 ക്വസ്റ്റ്യനാണ്. ബാക്കി ചാപ്റ്ററുകളിലൊക്കെ നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടണം. പക്ഷെ ഈ ചാപ്റ്ററിൽ നിങ്ങൾ വെറും 5 ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് വൃത്തിയായിട്ട് പഠിച്ചാൽ വേറൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, അത് മാത്രം മതി. ഓക്കെ ആണല്ലോ? സോ തുടങ്ങാം. 5 അല്ല 6 ക്വസ്റ്റ്യൻസ്. സോ SSLC മാത്തമാറ്റിക്സിലെ 13ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് 8 മാർക്കാണ് ഞാൻ ഉറപ്പ് തരുന്നത് കേട്ടോ. സോ തുടങ്ങാം. പിന്നൊരു കാര്യം, നമ്മുടെ വീഡിയോകളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുക കണ്ടന്റ് ആയിരിക്കും. നിങ്ങളെ എന്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കുറേയധികം സാധനങ്ങൾ ഇതിൽ ആഡ് ചെയ്യണം എന്ന് അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ഏറ്റവും ചെറിയ സമയത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്കുള്ള കൺസെപ്റ്റുകളും കണ്ടന്റുകളും വൃത്തിക്ക് തരിക എന്നുള്ളതാണ് മാത്സ്ഡോയുടെ ലക്ഷ്യം എന്നുള്ളത് കൊണ്ടും, പിന്നെ സമയപരിമിതി എല്ലാവർക്കും ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ മാക്സിമം ആ സമയത്തിൽ കൂടുതലധികം കണ്ടന്റുകളെ ഫോക്കസ് ചെയ്ത് ക്ലാസ് എടുക്കുന്നത്. സോ അത് മനസ്സിലാക്കുന്ന പ്രതീക്ഷിക്കുന്നു. കമന്റ് ബോക്സിലൊക്കെ കണ്ടു എന്റർടൈൻമെന്റ് കുറച്ചുകൂടി എന്റർടൈൻമെന്റ് ഇടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇൻഷാ അള്ളാ അതൊക്കെ ലൈവായിട്ട് വരുന്ന സമയത്ത് നമുക്ക് മാക്സിമം എല്ലാവരും എൻഗേജ് ചെയ്യിച്ചുകൊണ്ട് വീഡിയോസ് പോകണം. അപ്പൊ ഏതായാലും തുടങ്ങാം. ഈ ചാപ്റ്ററിൽ കാര്യമായിട്ട് നമ്മൾ ശരാശരികളെ പറ്റിയിട്ടാണ് പറയുന്നത്. എന്താ ശരാശരി? ഇപ്പോ ഒരു ക്ലാസ്സിന്റെ ശരാശരി മാർക്ക് 80ൽ 40 മാർക്കാണെന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ കുട്ടികളുടെയും മാർക്ക് അല്ല 40. എല്ലാ കുട്ടികൾക്കും ചിലപ്പോൾ 40ൽ കൂടുതൽ മാർക്കുള്ള ടോപ്പർ കുട്ടികളുണ്ടാവാം, 40ൽ താഴെ മാർക്കുള്ള കുട്ടികളുണ്ടാവാം, 40ന്റെ അവർ ഏകദേശം അടുത്ത മാർക്കുള്ള കുട്ടികളുണ്ടാവാം, 40 മാർക്കുള്ള കുട്ടികൾ. ഇവരുടെ എല്ലാവരുടെയും മാർക്ക് ഏകദേശം സെന്ററിൽ വരുന്ന മാർക്കാണ് ശരാശരി എന്ന് പറയുന്നത്. ശരാശരി കാണാൻ നമ്മൾ ഇപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു സാധനമാണ് മാധ്യം, അല്ലെങ്കിൽ മീൻ എന്ന് പറയും. അതേപോലെ തന്നെ ഈ 10ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു സാധനമാണ് മധ്യമം, അല്ലെങ്കിൽ മീഡിയൻ എന്ന് പറയും. സോ ശ്രദ്ധിച്ച് കേൾക്കുക. ഇതിൽ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. സ്ലൈഡ്സിലുള്ള ക്വസ്റ്റ്യൻസിൽ മാക്സിമം ആഡ് ചെയ്യാതെ നോക്കിയിരുന്നു. പിന്നെ ചില ഇതൊന്നും ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതിയാവും. അപ്പോൾ ആ പട്ടികകളൊക്കെ കൃത്യമായിട്ട് ആ ക്വസ്റ്റ്യൻസ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം കൃത്യമായിട്ട് മനസ്സിലാവും നിങ്ങൾക്ക്. ഓക്കെ ആണല്ലേ? സോ ഒരു യൂണിറ്റ് ടെസ്റ്റിൽ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്ക് നൽകിയിട്ടുണ്ട്. ഈ മാർക്ക് അടിസ്ഥാനത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ പരിപാടി എന്താണെന്നറിയോ? ഇവിടുന്ന് മാധ്യമവും മധ്യമവും കാണുക. ഇതിന്റെ വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ട് മധ്യമത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. പക്ഷെ എന്താണ് മധ്യമവും തമ്മിലുള്ള വ്യത്യാസം എന്ന് മനസ്സിലാണല്ലോ. സോ ഈ ക്ലാസ്സിലുള്ള കുട്ടികളുടെ മാധ്യം കാണണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മീന് കാണണമെന്നുണ്ടെങ്കിൽ മീനിന്റെ ഇക്വേഷൻ ഇതാണ്: സം ബൈ നമ്പർ. മീൻ ഇസ് ഈക്വൽ ടു സം ബൈ നമ്പർ. നമ്മുടെ മിട്ടാമക്കൽ അതൊക്കെ ഒരു ടൈപ്പ് മീനാണ്. സോ മലയാളത്തിലാണെങ്കിൽ തുക ബൈ എണ്ണം. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഇനി ഇതില് ഇവിടെ മാധ്യം അല്ലെങ്കിൽ മീന് കാണുന്ന സമയത്ത് ഈക്വൽ ടു സം എന്ന് പറഞ്ഞാൽ ഈ നമ്പേഴ്സ് ഒക്കെ കൂട്ടല്ലേ, ഈ മാർക്കുകളുടെ ഒക്കെ സം 15 പ്ലസ് 12 പ്ലസ് 13 പ്ലസ് 20 പ്ലസ് 10 പ്ലസ് 8 പ്ലസ് 9 ഡിവൈഡഡ് ബൈ എത്ര ആൾക്കാരുണ്ട്? 1 2 3 4 5 6 7 ആളുകൾ. 7. സോ ഇവിടെ എത്ര വാല്യൂ വരുമോ ചോദിച്ചു കഴിഞ്ഞാല് 60 30 40 60 70 78 87 ഡിവൈഡഡ് ബൈ 7 വരും. 87 എങ്ങനെ ഡിവൈഡ് ചെയ്യാം? 8 ഒരു 7, ബാക്കി ഇഷ്ടം 1 ഉണ്ട്. 1 7 കൂട്ടി 17, 17 2 7 14, ബാക്കി ഇഷ്ടം 3 ഉണ്ട്. 3/7 പറഞ്ഞാല് കറക്റ്റ് വാല്യൂകൾ നോക്കിയാൽ മതി, ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. ഞാനൊരു ട്രിക്ക് വെച്ചുകൊണ്ട് കറക്റ്റ് വാല്യൂ പറയാം. നിങ്ങൾ കാൽക്കുലേറ്റർ അടിച്ചാൽ പോലും അതിൽ 2 4 വാല്യൂസ് കഴിഞ്ഞാൽ ഒരു അപ്രോക്സിമേറ്റ് ചെയ്ത് കാണിച്ചു തരാം. പക്ഷെ അതിന്റെ പക്ക ആൻസർ ഇതായിരിക്കും.
ഇത് ഇങ്ങനെയാണ് പോവുക. പക്ഷെ ഇതിൽ കാൽക്കുലേറ്റർ അടിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എവിടെയെങ്കിലും ഒരു 8 അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു അപ്രോക്സിമേറ്റ് ചെയ്ത് തരും. ദാറ്റ് മീൻസ് നമ്മളുടെ ഈ ഒരു ആൻസർ കാൽക്കുലേറ്ററിലുള്ളതിനെക്കാട്ടിലും ആക്യുറേറ്റ് ആണ്. സോ 7th ഡിവിഷന്റെ ഒരു ട്രിക്ക് ഉണ്ട്, അത് നമുക്ക് വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. ഭയങ്കര സിമ്പിൾ ആയിട്ടൊരു ട്രിക്കാണ്. സോ ദെൻ നമ്മളിവിടെ കിട്ടി ടോട്ടൽ ഇവരുടെ സം 87 ആണ്. അതിനെ ഡിവൈഡഡ് ബൈ എത്ര ആളുണ്ട്, 7 ആളുണ്ട്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ മീൻ കിട്ടി. ഇനി എങ്ങനെയാ മീഡിയൻ കാണാം? മീഡിയൻ കാണണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ മനസ്സിലാക്കണം, ഇവരെ ഒരു അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ ക്രമീകരിക്കണം. അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ പറയുമ്പോൾ ഇത് ആകെപ്പാടെ പല രീതിയിലാണ് കിടക്കുന്നത്. ഒന്ന് വലുത്, പിന്നെ അത് ചെറുത്, അങ്ങനെയല്ല. ചെറുതിൽ നിന്ന് വലുതിലേക്ക്, വലുതിൽ നിന്ന് ചെറുതിലേക്ക് ഓർഡറിൽ എഴുതണം. നമ്മൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാൻ പോകുന്ന ആ വാല്യൂസ് നോക്കിയാൽ ഏറ്റവും ചെറിയ വാല്യൂ ആണ് 8, പിന്നെ 9, പിന്നെ ഏതാ 8 കഴിഞ്ഞു 9 കഴിഞ്ഞു, പിന്നെ 10 അല്ലേ, 10, പിന്നെ 12, പിന്നെ 13, പിന്നെ ഏതാ 10 കഴിഞ്ഞു 12 കഴിഞ്ഞു 13 കഴിഞ്ഞു 15, ലാസ്റ്റ് ആണ് 20. ഇതാണ് അസെൻഡിങ് ഓർഡർ. ഇനി എടാ ഒരു 3 ആള് നിൽക്കുകയാണെങ്കിൽ ഇവിടെ ആരാ സെന്റർ ബനല്ലേ? ഇതെങ്ങനെ പെട്ടെന്ന് കിട്ടുക? 3 ആള് നിൽക്കുകയാണെങ്കിൽ 1 2 3 ആള് നിൽക്കുകയാണെങ്കിൽ അതിൽ സെന്റർ രണ്ടാമത്തവനാണെന്ന് എങ്ങനെ കൺസെപ്റ്റ് വൈസ് മനസ്സിലാവുക വെച്ച് കഴിഞ്ഞാല് സിമ്പിൾ ആണ്. വളരെ കെയർഫുൾ ആയിട്ടിരുന്നോളി. ഇത് എത്ര ആൾക്കാരുള്ളത്? 1 2 3 ആളുകൾ അല്ലേ? അപ്പൊ n ആണ് 3. അപ്പൊ എപ്പോഴും മീഡിയൻ അല്ലെങ്കിൽ മധ്യമത്തിന്റെ സ്ഥാനം കാണാനുള്ള ഐഡിയ ആണ് ഞാൻ പറഞ്ഞത്. അപ്പൊ മീഡിയന്റെ പൊസിഷൻ ഇങ്ങനെയാണ് കാണുക. എന്നിലേക്ക് 1 കൂട്ടുക, എന്നിട്ട് അതിന്റെ പകുതി. മറക്കൂ, മീഡിയന്റെ പൊസിഷൻ കാണാനുള്ള ഐഡിയ ഈ ചാപ്റ്ററിലുടനീളം നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. ഇവിടെ എത്ര ആളുണ്ടടാ? 3 ആളല്ലേ ഉള്ളത്. 3ലേക്ക് 1 കൂട്ടിയാൽ എത്രയായി? 4 ആയില്ലേ? അതിന്റെ പകുതിയാണ് കേട്ടോ. അഥവാ അതല്ല ഉത്തരം, അത്രാമത്തെ ആളാണ് ഉത്തരം. അപ്പൊ 3ക്ക് 1 കൂട്ടിയ 4, 4ന്റെ പകുതി രണ്ടാമത്തോനാണ് ഇവിടുത്തെ ഉത്തരം വരിക. അഥവാ രണ്ടാമത്തെ ആരാ? ട്രൂത്ത് അല്ല, സെക്കൻഡ് അല്ലെ? സോറി, രണ്ടാമത്തോനാരാ? ഇതല്ലേ വരിക? ഇതായിരിക്കും ഇവിടുത്തെ സെന്റർ. സിമ്പിൾ അല്ലേടാ? അങ്ങനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ ഇപ്പൊ 7 ആള് നിൽക്കുന്നുണ്ട്. 1 2 3 4 5 6 7 ആള്. അപ്പൊ n കിട്ടി, 7 എന്ന് കിട്ടി. അപ്പൊ ഫസ്റ്റ് നമ്മൾ കാണേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ മധ്യമസ്ഥാനമാണ്. മധ്യമസ്ഥാനം അല്ലെങ്കിൽ മീഡിയൻ പൊസിഷൻ കാണാം. അപ്പൊ ഇതെങ്ങനെ കാണുക വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. എന്നിലേക്ക് 1 കൂട്ടിയിട്ട് അതിന്റെ പകുതി ചെയ്യാട്ടോ. അപ്പൊ എത്ര കിട്ടൂടാ? n 7 അല്ലേ? 7ലേക്ക് 1 കൂട്ടിയ 8 അല്ലേ വരിക? 8ന്റെ പകുതി എത്രയാടാ? 4ാമത്തോനേക്കാരം ഇവിടുത്തെ ആൻസർ. 4 അല്ല ആൻസർ, മീഡിയൻ പൊസിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ടേം ഒന്നും ഉണ്ടാവില്ല. ഞാനത് പറയാൻ കാരണം ആ മീഡിയൻ എന്ന് പറഞ്ഞാൽ 4 അതല്ല, ആ മീഡിയൻ നിൽക്കുന്ന സ്ഥാനമാണ് 4. അഥവാ 4ാമത് നിൽക്കുന്ന ആളാണ് ഉത്തരം. അഥവാ ഇവിടുത്തെ മധ്യമം അല്ലെങ്കിൽ മീഡിയൻ എന്ന് പറഞ്ഞാൽ 4ാമത് നിൽക്കുന്നത് ആരാ? 1 2 3 4 ഈവൻ ആയിരിക്കും. ഇവന്റെ ഒരു പ്രത്യേകത പറഞ്ഞിട്ട് നിങ്ങൾ ബാക്കിൽ നിന്ന് നോക്കി 1 2 3 4 കണ്ടോ? ബാക്കിൽ നിന്ന് മുന്നിൽ നിന്ന് 4ാമതാ. ഈ ഒരു പ്രത്യേകത ഇവന് മാത്രമേ ഉള്ളൂ. സോ ഇവനാണ് ഇവിടുത്തെ സെന്റർ. ആണോ അല്ലേ? ഒരു 7 ആള് നിൽക്കുകയാണെങ്കിൽ അതിൽ സെന്ററിന് 4ാമത്തവനല്ലേ? അത് എങ്ങനെ മാത്തമാറ്റിക്കലി കണ്ടുപിടിക്കുന്നതാണ് പറഞ്ഞത്. എന്നിലേക്ക് 1 കൂട്ടുക, എയിലേക്ക് 1 കൂട്ടിയ 8, 8ന്റെ പകുതിയാണ് 4ാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന ആളാണ് അവിടുത്തെ ഉത്തരമായിട്ട് വരിക. അപ്പൊ ഇവിടെ മീഡിയൻ എത്ര കിട്ടി? 4ാമത്തെ പൊസിഷനിൽ ആരാ? 12 അല്ലേ? സോ 12 ആണ് അവിടുത്തെ മീഡിയൻ. മീനി നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ 12.42 എന്നൊക്കെ എഴുതിയാൽ മതി. പിന്നെ എന്താ പറയുക, ഇച്ചിത് അറിയാം. അപ്പൊ ഞാനിത് പൊലിവ് കാട്ടണമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് എഴുതിയത്. ഇതിനൊരു ചെറിയ ട്രിക്ക് ഉണ്ട്. അപ്പൊ അത് നമുക്ക് വരും ക്ലാസ്സുകളിലൊക്കെ ഏതെങ്കിലും ക്ലാസ്സിൽ ബേസ് ക്ലാസ് ഒക്കെ നമുക്ക് ഇടാം. നിങ്ങൾക്ക് ബേസ് ഒന്നും അറിയാത്ത കുട്ടികൾ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബേസ് ക്ലാസ് സ്റ്റാർട്ടിങ് മുതൽ ഇങ്ങനെ ഇപ്പൊ മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവൈഡ് ചെയ്യാനും ട്രിക്കുകൾ അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വെച്ച് ക്ലാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. കുറച്ചധികം കുട്ടികൾ പറഞ്ഞാൽ നമുക്ക് ഈ തിരക്കിന്റെ ഇടയിൽ നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം. സോ ഇതും അതേപോലെ തന്നെ അല്ലേ ചെയ്യാം. ഇതും എങ്ങനെ ചെയ്യാം? ഇതൊക്കെ പാടെ കൂട്ടിയിട്ട് ബൈ എത്ര ആളുണ്ട്? 1 2 3 4 5 6 7 8. അപ്പൊ ഇതൊക്കെ പാടെ കൂട്ടുക. മീൻ ഇസ് ഈക്വൽ ടു, മീൻ എന്ന മാധ്യം, തുക ബൈ എണ്ണ അല്ലെങ്കിൽ സം ബൈ നമ്പറാണ്. ഇവിടെ തുക എത്ര? ഇതൊക്കെ പാടെ കൂട്ടിയത് എത്ര? 6.10 6.20 6.18 6.20 6.25 6.21 6.15 6.18 കൂട്ടിക്കഴിഞ്ഞാൽ 49.39 വരും. ഡിവൈഡഡ് ബൈ എത്ര ആളുണ്ടത്? 1 2 3 4 5 6 7 8 ആള്. 49.39 ഡിവൈഡഡ് ബൈ 8 എന്ന് പറഞ്ഞാൽ കറക്റ്റ് നോക്കുകയാണെങ്കിൽ 6.17
375 ആയിരിക്കും വരിക. പക്ഷെ നമുക്ക് ലാസ്റ്റത്തെ വാല്യൂസ് വേണ്ടെന്നുള്ളതുകൊണ്ട് 6.17 സിമ്പിളാ. 49.39 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 49.39 പകുതി അത് ഞാൻ പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനെയാണ് ചെയ്യാന്നുള്ളത് മനസ്സിലുണ്ടാകുക. അപ്പൊ ഇനി ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാല് 6.17 കിട്ടി. മീഡിയൻ എങ്ങനെ കാണാം? മീഡിയൻ കാണുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞു? ആദ്യം ഇതിൽ ഓർഡറിൽ ഇതുണ്ട് 6 പോയിന്റ് ചെറുതെന്ന് ഇങ്ങനെ പോവാം. 6.10 6.10 6.15 6.18 6.20 6.20 6.20 6.21 അങ്ങനെ വായിക്കാൻ പാടില്ല കേട്ടോ. ഞാൻ പിന്നെ ഒരു ഫ്ലോയിൽ വേഗം വായിച്ചു പോണതാണ്. പോയിന്റ് കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സിന് ഇൻഡിവിജ്വൽ ആയിട്ട് വായിക്കാൻ പാടില്ല. 6.21 നല്ല വായിക്കാം. 6.21 വായിക്കാം. ഓക്കെ, സോ അത് തെറ്റുണ്ടാവരുത്. മീഡിയൻ കാണുന്ന n=8 അല്ലേ? ഓടാവണ സമയത്ത് എടാ ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ 3 ആൾക്കാർ നിൽക്കുകയാണെങ്കിൽ തലവന് ഇവനാണ്, സെന്റർത്തവനാണ്. 4 ആൾ നിൽക്കുകയാണെങ്കിൽ കറക്റ്റ് തലവനെ കണ്ടുപിടിക്കാൻ പറ്റുമോ? കറക്റ്റ് സെന്ററിൽ ആരുണ്ടാകുക? ഉണ്ടാവില്ല. സെന്ററിൽ ഒരു മുതലാളി ഉണ്ടാവില്ല അവിടെ. അപ്പൊ നമ്മളെന്താ കേട്ടോ അറിയോ? സെന്ററിൽ നിൽക്കണ 2 ആളെ നോക്കും. ഓല 2 ആളെയും കൂടി കൂട്ടിയിട്ട് അതിന്റെ പകുതി വേണം. അഥവാ ഇപ്പൊ ഇത് 10 ഇത് 20. ഇതിന് രണ്ടിന്റെ സെന്റർ എത്ര വരിക അറിയില്ലേ? 10 20 കൂട്ടുക 30. അതിന്റെ പകുതി എത്ര? 15 അല്ലേ? 10ന്റെ 20 സെന്ററിൽ 15 അല്ലേ? അപ്പോ എണ്ണം ഈവൻ ആണെങ്കിൽ നമ്മൾ അങ്ങനെയാണ് സെന്ററിൽ നോക്കുക. അല്ലാതെ സാധാ പോലെ നോക്കാൻ വയ്ക്കോ? ഇല്ല. ഫോർ എക്സാമ്പിൾ 5 ആളുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? മെയിൻ ഇവനാണ്. പക്ഷെ 6 ആളാണെങ്കിൽ മെയിൻ എന്ന് പറഞ്ഞാൽ ഒരാളില്ല സെന്ററിൽ. അപ്പൊ സെന്ററിൽ 2 ആൾക്കാരെ കൂട്ടിയിട്ട് പകുതി കാണും കേട്ടോ, മറക്കരുതേ. സോ ഇത് കൺസെപ്റ്റ് ആണ്. ഇനി സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഇവിടെ ഇത് ഈവൻ നമ്പർ അല്ലേ? ഈവൻ നമ്പർ ആവുന്ന സമയത്ത് മീഡിയൻ കാണണമെന്നുണ്ടെങ്കിൽ അതിന്റെ പൊസിഷൻ കാണണം. എത്രാമത്തെ നോക്കണം. മീഡിയന്റെ പൊസിഷൻ എത്രയാണ്? ഇത് n അല്ലേ? അപ്പൊ ഈവൻ ആണെങ്കിൽ n/2 n/2 + 1 അഥവാ ഇവിടെ 8ന്റെ പകുതി 4. മറ്റേത് ഈ ഓടായതുകൊണ്ട് അതിന്റെ പകുതി കാണാൻ പറ്റില്ലല്ലോ. 4 കഴിഞ്ഞാൽ അടുത്തത് ആരാ? 5ാമത്തെ. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് പകുതി കണ്ടാൽ മതി എന്നുള്ള കൺസെപ്റ്റ് ആണ്. അല്ലെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും സെന്ററിൽ വരുന്ന വാല്യൂ ഇക്കാരം ഉത്തരമായിട്ട് വരിക. പക്ഷേ ഇത് ഈവന് ഓട് എന്നൊന്നും പറഞ്ഞ് പഠിച്ചണ്ട. കൺസെപ്റ്റ് അറിയുന്ന കുട്ടിക്ക് ഒരൊറ്റ പരിപാടി. ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞത്? n കിട്ടിക്കഴിഞ്ഞാൽ എന്നിലേക്ക് എത്ര കൂട്ടുക? 1 കൂട്ടുക / 2. എത്രാമത്തെ? n എത്ര? 8 അല്ലേ? 8ലേക്ക് 1 കൂട്ടിയാൽ 9 / 2. 9 / 2 4ാമത്തെ. എടാ 4ാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടോ? എണ്ണല്ലേ? 1 2 3 4 5 അങ്ങനെയല്ലേ പോവാ? 4ാമത്തെ ഇല്ല. അപ്പൊ എന്താ ചെയ്യാ? 4ാമത്തെ എന്നൊന്നും പറഞ്ഞാൽ എടുക്കാൻ പറ്റൂല കേട്ടോ. ഇപ്പോ 4ാമത്തെ മനസ്സെന്ന് പറഞ്ഞാലും മനസ്സിനെ പകുതി മുറിച്ചേണ്ടി വരും. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്നറിയോ? 4 എന്ന് പറഞ്ഞാൽ ഇതിന്റെ കെടിയില. 4 ഒട്ടും ചെയ്തിരിക്കണം. 5 എത്തിയിട്ടില്ല ആണോ അല്ലേ? സോ അഥവാ 4ന്റെയും 5ന്റെ ഇടയിലാണ് 4 എന്ന് പറയുന്നത്. അപ്പൊ എന്താ ഞാൻ ചെയ്യാന്നറിയോ? 4ന്റെ ഇപ്പുറത്തുള്ള 4ാമത്തവും അപ്പുറത്തുള്ള 5ാമത്തവും കൂടി കൂട്ടിയിട്ട് പകുതി കാണും. എപ്പോഴും നമുക്ക് ഇപ്പൊ ഇവിടെ 10 ഇവിടെ 14 ഇതിന് രണ്ടിന്റെ സെന്റർ ഏതാ? നമ്പർ ലൈനില് 12 അല്ലേ വരിക? എന്ത് ചെയ്യാ? 10ഉം 14ഉം കൂട്ടുക. അപ്പൊ എത്ര കിട്ടി? 24. അതിന്റെ പകുതി. കാരണം 2 ആൾക്കാരല്ലേ കൂട്ടിയിരിക്കണം / 2. അതായിരിക്കും മിട്ടേന്ന് വരിക, ഉറപ്പാണ്. സം ബൈ നമ്പർ എന്നുള്ള ഇക്വേഷൻ വെച്ച് തന്നെയാണ് ഇതും ചെയ്യാം. ഇവിടെ 2 ആളെ കൂട്ടണുള്ളൂ. അപ്പൊ സമൂഹം 2 ആളെയും കൂട്ടുക / 2 ആളല്ലേ / 2. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, എന്നോടായ സമയത്ത് റോക്കി ബൈനെ കണ്ടുപിടിച്ചാൽ സിമ്പിൾ ആണ്. റോക്കി ബൈ എന്ന സെന്ററിൽ നിൽക്കണം. ഏതായാലും ഇപ്പൊ എന്തായാലും സെന്ററിൽ ഒരാളുണ്ടാവും. കണ്ടോ? ആ സിംഗിളായി നിൽക്കണം. ബാക്കിയുള്ളവരൊക്കെ പേരാക്കാം. ഒക്കെ പേരാവും. പക്ഷേ സെന്ററിൽ നിൽക്കണവന് മാത്രം ഒന്നും ഉണ്ടാവില്ല. ദാറ്റ് മീൻസ് ഇവിടെ സിമ്പിൾ ആയിട്ട് കാണാം. 7 1 8 8ന്റെ പകുതി 4ാമത്തെ ആൾ എന്ന് പറയാൻ പറ്റും. പക്ഷെ ഇവിടെ നോക്കി, ഈ n എന്ന് പറഞ്ഞ എണ്ണം ഈവൻ ആണ്. ഇവിടെ സെന്ററിൽ കറക്റ്റ് ആരാന്ന് പറയാൻ പറ്റൂല. അപ്പൊ ഓല് പറയണതാണ് വേറെ ഇക്വേഷനൊക്കെ ഉണ്ട്, n/2 n/2 + 1. ഇത് സിമ്പിളാണ്. പക്ഷെ ഒരു കുട്ടി ഇത് കാണാതെ പഠിക്കാറിന് നടക്കുന്ന കാര്യമില്ല. ഒറ്റ പരിപാടി പഠിക്കുക. എപ്പോഴും മീഡിയം കാണാന് എന്നിലേക്ക് 1 കൂട്ടുക / 2. അപ്പൊ എന്നിലേക്ക് 1 കൂട്ടുമ്പോ 8ലേക്ക് 1 കൂട്ടി 9 9ന്റെ പകുതി 4. ഇത് മനസ്സിലാലോചിച്ചത് 4ാമത്തെ പറഞ്ഞ സാധനമല്ല. അപ്പൊ നമ്മളെന്താ ചെയ്യാ? 4ാമത്തും 5ാമത്തും കൂടി കൂട്ടി പകുതിയാണ്. അപ്പൊ എത്രാമത്തെ കിട്ടും? 4ാമത്തെ എന്ന് പറഞ്ഞാൽ ആ പരിപാടി കിട്ടും. പക്ഷെ കറക്റ്റ് അതൊരു ഐഡിയൽ സിറ്റുവേഷൻ ആണ്. 4ാമത്തെ എത്ര? 1 2 3 4. ഇതല്ലേ 4ാമത്തെ? 6.18 പ്ലസ് 5ാമത്തതോ 6.20 ഡിവൈഡഡ് ബൈ
2. എടാ 6.18 6.2 കറക്റ്റ് സെന്റർ എന്നാൽ 6.19 അല്ലേ വരിക? 6.18 ഇങ്ങനെയല്ലേ പരിപാടി വരിക? അപ്പൊ അതാലോചിച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ രണ്ടും പാടെ കൂട്ടിയിട്ട് പകുതി വേണം. രണ്ടും പാടെ കൂട്ടിയിട്ട് പകുതി ഉണ്ടാകും എന്താ വരിക? 6.18 6.20 കൂട്ടിയ 12.38 ഡിവൈഡഡ് ബൈ 2. അതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ 6.19 അല്ല 1.9. സോ സിമ്പിൾ ആണെന്ന് പ്രതീക്ഷിക്കണം. ഇനി അത് അടുത്തതായിട്ട് പ്രൂവ് ദാറ്റ് സെറ്റ് ഓഫ് നമ്പേഴ്സ് ഇൻ എൻ അരിത്തമാറ്റിക് സീക്വൻസ് ദ മീൻ ആൻഡ് മീഡിയൻ ആർ ഈക്വൽ. അതൊരു അരിത്തമാറ്റിക് സീക്വൻസിൽ അപ്പൊ നമ്മൾ എപ്പോഴും n ഓഡ് ആവുന്ന കേസിലും നമ്മൾ ചെയ്യണം, n ഓഡ് ആവുന്ന കേസിലും നമ്മൾ ചെയ്യണം, n ഈവൻ ആവുന്ന കേസിലും ചെയ്യണം. നമുക്ക് n 5 എടുത്ത് നോക്കാം. n 5 എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇത് എന്ത് നമ്പറാ? ഓഡ് നമ്പറാ അല്ലെ? ആണോ അല്ലേ? നോക്കാം. മീനും മീഡിയനും ഈക്വൽ ആണെന്ന് തെളിയിക്കാനാണ് പറഞ്ഞേ. n 5 നിർത്താൻ എന്താ അരിത്തമാറ്റിക് സീക്വൻസ് വരിക? x1 x2 x3 x4 x5. സിമ്പിൾ ആയിട്ട് മീൻ എന്താ വരിക? മീൻ അല്ലെങ്കിൽ മാധ്യം, സം ബൈ നമ്പർ, തുക ബൈ എണ്ണം എന്നല്ലേ? ഇവിടെ എത്ര? മീൻ മാധ്യാണ്, മാധ്യം. ഇവിടുത്തെ മീൻ സം പറഞ്ഞാൽ എത്ര? ഇതൊക്കെ പടക്കൂട്ട x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 ടൈംസ് ഒക്കെ പടക്കൂട്ട ബൈ നമ്പർ. എത്ര ആൾക്കാരുണ്ട്? 5. എടാ 5 ആളുകളുടെ സം എന്ന് പറഞ്ഞാൽ അറിയില്ല നിങ്ങൾക്ക്? ഒരു അരിത്തമാറ്റിക് സീക്വൻസിന്റെ സം എന്ന് പറഞ്ഞാൽ മിഡ് ടേം ഇൻറ്റു നമ്പറാണ്. ഞാൻ പഠിപ്പിച്ചു തന്നിക്കണെന്നല്ല, ഇതിൽ നിങ്ങൾ മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ 1ാമത്തെ ചാപ്റ്ററിലുണ്ട്. ഇതങ്ങനെ വരിക. ഇവിടെ മിഡ് ടേം, ഇവിടെ നമ്പർ, ഇവിടെ സം. അപ്പോ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി മിഡ് ടേം ആണ് കാണുന്നുണ്ടെങ്കിൽ മിഡ് ടേം ഒത്തിപ്പിടിച്ചു. എന്താ ഇക്വേഷൻ? മിഡ് ടേം കാണുന്നുണ്ടെങ്കിൽ മിഡ് ടേം ഈക്വൽ ടു സം ബൈ നമ്പർ. ഇനി നിങ്ങൾക്ക് സം ആണ് കണ്ടെന്നുണ്ടെങ്കിൽ സം ഒത്തിപ്പിടിച്ചു. അപ്പൊ എന്താ വരിക? മിഡ് ടേം ഇൻറ്റു നമ്പർ. ആണോ അല്ലേ? അപ്പൊ സം ഈക്വൽ ടു മിഡ് ടേം ഇൻറ്റു നമ്പർ ആണെന്ന് അറിയാത്ത കുട്ടികളൊന്നും ഈ ക്ലാസ്സിൽ കേൾക്കുന്നില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ 5 ആൾക്കാരുടെ സം വരണം അവരുടെ മിഡ് ടേം. ഈ 5 ആൾക്കാരുടെ മിഡ് ടേം ഏതാ? 3ാമത്തെ ആളല്ലേ? 3ാമത്തെ ആള് ഇൻറ്റു നമ്പർ. എത്ര ആൾക്കാരുടെ സം? 5 ആളുകളുടെ ഡിവൈഡ് ബൈ 5. ഈ 5 വെട്ടിപ്പോയില്ലേ? ബാക്കി എന്ത് വന്നു? x3 നിന്നില്ലേ? ഇതല്ലേടാ മീന്. എവിടെ ഉണ്ടോ? 5 ആളുകളുടെ സം എന്ന് പറഞ്ഞാൽ മിഡ് ടേം ഇൻറ്റു നമ്പർ ആണ്. 5 ആളുകളുടെ മിഡ് ടേം 5 ആൾക്കാർക്കാണ് ഇതല്ലേ മിഡ് ടേം. 5 പേരിലുണ്ടെങ്കിൽ ഇതല്ലേ മിഡിൽ ഫിംഗർ. സോ മിഡ് ടേം ഇസ് ഈക്വൽ ടു x3. അപ്പൊ x3 ഇൻറ്റു നമ്പർ. എത്ര ആൾക്കാരുടെ മിഡ് ടേം? x3 5 ആളുകളുടെ. ഇനി എങ്ങനെ ഇവിടെ മീഡിയൻ കാണാം? മീഡിയൻ എങ്ങനെയാ കാണാം? മീഡിയൻ കാണുന്നുണ്ടെങ്കിൽ സിമ്പിൾ ആണ്. മീഡിയൻ എന്ന് പറയുന്നത് കാണുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഓർഡറിൽ എഴുതണം. ഇത് ഓർഡർ തന്നെയാണ്. ഒരു അരിത്തമാറ്റിക് സീക്വൻസ് എന്തായാലും ഇങ്ങനെ കൂടിയല്ലേ പോകണം. അസെൻഡിങ് ഓർഡർ തന്നെയാണ്, അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലാണ്. ഇതിൽ മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഇതിന്റെ മീഡിയൻ എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ആളാ വരിക? എന്നിലേക്ക് 1 കൂട്ടുക, പകുതി കാണുക. പിന്നെ എത്ര? 5 അല്ലേ? 5ലേക്ക് 1 കൂട്ടിയ 6. 6ന്റെ പകുതി 3ാമത്തെ ആരാ? 1 2 3. 3ാമത്തെ ആളാരാ? x3. ആണോ അല്ലേ? ദാറ്റ് മീൻസ് ഇവിടെ മീനും മീഡിയനും ഈക്വൽ ആണ്. ഇനി അതേപോലെ തന്നെ n ഓടാണ് കേസിൽ മാത്രം പോരാ, n ഈവൻ ആവുന്ന കേസ് നോക്കാം. ഇനി നമ്പർ 4 എടുക്കാം അല്ലെ? ഈവൻ നമ്പർ 4 എടുക്കാം. ഇതൊരു ഈവൻ നമ്പർ ആണ്. ഇപ്പൊ മീൻ എന്താ വരിക? ഇപ്പൊ ടേംസ് ഏതാ വരിക? x1 x2 x3 x4 വരെ വരുള്ളൂ. മീൻ ഇസ് ഈക്വൽ ടു സം ബൈ നമ്പർ. സം എത്രയൊക്കെ പാടെ കൂട്ടാം? x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 ഡിവൈഡഡ് ബൈ n. എത്ര? 4 അല്ലേ? എടാ നിങ്ങൾക്ക് അറിയണ കാര്യം ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ x10 ആണെങ്കിൽ അത് x1 പ്ലസ് എത്ര ഡി എഴുതാ? 1ക്ക് എത്ര കൂട്ടിയല്ല 10 ഇട്ടാ 9 ഡി എന്നല്ലേ എഴുതുക? ചെറിയ ക്ലാസ്സിലല്ല, മീൻസ് ഇതിന്റെ 1ാമത്തെ ചാപ്റ്റർ തന്നെ ഇതാണ് പഠിക്കുന്നത്. സോ അതേപോലെ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കി. x2 എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതുക? x1 പ്ലസ് എത്ര ഡി? 1 ഡി പ്ലസ് x3 പറഞ്ഞാലോ x1 പ്ലസ് എത്ര ഡി? 2 ഡി. x4 പറഞ്ഞാലോ x1 പ്ലസ് 3 ഡി. അഥവാ x1ന്റെയും ഡിന്റെയും ടൈം ഒക്കെ ആക്കി ഡിവൈഡഡ് ബൈ 4. ഇവിടെ എത്ര x1 ഉണ്ട്? x1. That means here 4x1 is here. So then അതേപോലെ തന്നെ എത്ര ഡി ഉണ്ട്? 1 ഡി ഉണ്ട്, 2 ഡി. 1 ഡിയും 2 ഡിയും കൂട്ടിയാൽ 3 ഡി ആയില്ലേ? 3 ഡിക്ക് ഒരു 3 ഡിയും പാടെ കൂട്ടിയാൽ എത്രയായി? 6 ഡി ഡിവൈഡഡ് ബൈ 4. ആണോ അല്ലേ? ഇത് വേണമെന്നുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ നിന്നോട്ടെ. ഓക്കെ ആണല്ലോ? ഇതിവിടെ നിന്നോട്ടെ, നോ പ്രോബ്ലം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാം പറയടാ?
4x1 ഇതാ ഓരോന്നിനും സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യാം. രണ്ട് ടേം പ്ലസ് മൈനസ് ഒന്നല്ല ടേം ആവുക. ദാറ്റ് മീൻസ് 4x1/4 പ്ലസ് 6d/4. ഇവിടെ ഡിവൈഡ് ചെയ്ത് എന്താ വരിക? 4ഉം 4ഉം വെട്ടിപ്പോയി, ബാക്കി x1 പ്ലസ് 6/4 1.5 അല്ലെങ്കിൽ 3/2. ഇതാ 6/4 രണ്ടിന്റെ ഗുണന പട്ടികയിലല്ലേ. സോ 6 എത്ര 2 3, 4 എത്ര 2 2 d ആണോ അല്ലേ? സോ ഇങ്ങനെ കിട്ടി. അവിടെ കട്ടെ. ഇനി അതേപോലെ തന്നെ ഇവിടുത്തെ മീഡിയൻ എങ്ങനെ കാണാം? മീഡിയൻ x1 x2 x3 x4 അല്ലേടാ. ഇവിടുത്തെ മീഡിയൻ എന്തായാലും സെന്ററിൽ ഒരാളില്ലല്ലോ. ഇപ്പൊ സെന്ററത്തെ രണ്ടാൾക്കാരെ കിട്ടുന്നത്. എങ്ങനെ സെന്ററത്തെ ആൾക്കാരെ കിട്ടുക? എന്താ എത്രാമത്തെ ആൾക്കാരാണ്? n/2 n/2 + 1 എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിങ്ങളെ പഠിപ്പിക്കുക. ഞാൻ അങ്ങനെ പഠിപ്പിക്കണില്ല. ഞാൻ സാധാ പരിപാടി തന്നെ, നമ്മൾ ചെയ്യുന്ന പരിപാടി തന്നെ ചെയ്യും. ഓണാണെങ്കിൽ ഈവനാണെങ്കിൽ നമ്മളെ പരിപാടി ഞാൻ മാറ്റില്ല. കാരണം എന്താ, ഒറ്റ പരിപാടി പഠിച്ചാൽ മതി. കുറച്ച് ലെങ്ത് ഉണ്ടെങ്കിൽ പോലും ഒറ്റ പരിപാടി പഠിക്കുക. മറ്റേ കുറേ കാണാൻ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ n പറഞ്ഞാൽ എത്ര? 4 അല്ലേ. 4ലേക്ക് 105. 5ന്റെ പകുതി പറയുമ്പോൾ 2.5. 2.5 ടേം പറഞ്ഞാൽ ഒരു ടേം ഉണ്ടോ? എനിക്കറിയില്ല. അപ്പൊ ഞാൻ എന്താ 2.5 എന്ന് പറഞ്ഞാൽ 2 എന്നാണ് പൊട്ടും ചെയ്തിരിക്കണത്, 3 എത്തിയിട്ടില്ല. അഥവാ രണ്ടാമത്തെ ടേമും മൂന്നാമത്തെ ടേമും കൂടി കൂട്ടിക്കഴിഞ്ഞ് അതിന്റെ പകുതി കണ്ടാൽ അതിന്റെ സെന്റർ കിട്ടും. എപ്പോഴും സംബൈ നമ്പർ ആണ് അതിന്റെ സെന്റർ വരിക. രണ്ടെണ്ണം കൂട്ടിയിട്ട് അതിന്റെ പകുതി കാണുമ്പോൾ അതിന്റെ സെന്റർ വരിക. ദാറ്റ് മീൻസ് രണ്ടാമത്തെ ടേം എത്ര? x2. മൂന്നാമത്തെ ടേം x3/2. ഇതെത്ര വരിക? x2 പറഞ്ഞാല് x1 പ്ലസ് d. ഞാൻ ഇങ്ങോട്ട് എഴുതാം. x2 എന്ന് പറഞ്ഞാൽ എന്താ? x1 പ്ലസ് എത്ര d? ഒരു d. x3 പറഞ്ഞാൽ x1 പ്ലസ് 2d ഡിവൈഡഡ് ബൈ 2. സോ ഇവിടെ എന്താ വരിക വെച്ചാൽ, ഇവിടെ എത്ര x1 ഉണ്ട്? 2x1 പ്ലസ് ഇവിടെ എത്ര d ഉണ്ട്? d ഉം 3d 2d 3d ഡിവൈഡഡ് ബൈ 2. ഇതെങ്ങനെയാണ് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞത്? രണ്ടും പ്ലസ് മൈനസ് ഒന്നൊക്കെ രണ്ട് ടേം. അപ്പൊ സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യാം. 2x1/2 പ്ലസ് 3d/2 സെപ്പറേറ്റ് ചെയ്യാം. ഇവിടെ 2 2 വെട്ടിപ്പോയി. x1 പ്ലസ് 3/2d ആണോ അല്ലേ? 3/2d. സോ ഇവിടെ മീനും അതന്നെയാണ് കിട്ടിയത്. മീഡിയൻ, ഇത് മീനാണ്. മാധ്യം, ഇത് മീഡിയൻ ആണ്. മീഡിയൻ മധ്യമം. ഓക്കെ ആണല്ലോ. സോ n= ഓഡ് ആവുന്ന കേസിലും മീൻ എത്ര കിട്ടിയത്? x3, മീഡിയൻ x3 സെയിം ആ കിട്ടിയത്. ഇത് രണ്ടും ഈക്വലാ. ഇതേപോലെ തന്നെ n= ഈവൻ ആവുന്ന കേസിലും മീന് എന്താണോ കിട്ടിയത് അതന്നെയാണ് മീഡിയനും കിട്ടിയത്. ഇതിന് കുറേയധികം മെത്തേഡുകൾ ഉണ്ട് കേട്ടോ. ഞാൻ ഒന്ന് മാത്രമാണ് പറഞ്ഞത്, കുറേയധികം മെത്തേഡുകളുണ്ട്. അപ്പൊ ഇത് ഹെൻസ് പ്രൂവ്ഡ് ദാറ്റ് സിൻസ് മീൻ ആൻഡ് മീഡിയൻ ആർ ഈക്വൽ ഇൻ രണ്ട് കേസുള്ളത്. രണ്ട് കേസിൽ ഈക്വൽ ആയതുകൊണ്ട് ഇറ്റ് ഈസ് അണ്ടർ അരിത്തമാറ്റിക് സീക്വൻസിന്റെ ജസ്റ്റ് ആ പ്രൂഫ് ഇങ്ങനെ എഴുതിയേക്കുക. ഒരു അരിത്തമാറ്റിക് സീക്വൻസ് പ്രൂവ്ഡ് ദാറ്റ് ഫോർ എ സെറ്റ് ഓഫ് നമ്പേഴ്സ് അരിത്തമാറ്റിക് സീക്വൻസ് മീൻ ആൻഡ് മീഡിയൻ ആർ ഈക്വൽ എന്നുണ്ട് എഴുതിയേക്കുക. പ്രൂഫിൽ ഏറ്റവും അവസാനം എഴുതേണ്ടത് ക്വസ്റ്റ്യൻ തന്നെയാണ്. ആ ക്വസ്റ്റ്യൻ വേർഡ് ഒഴിവാക്കിയിട്ട് ബാക്കിയത്. ഒരു സമാന്തര ശ്രേണിയിലെ പല പദങ്ങളുടെ മാധ്യവും തുല്യമാണെന്ന് തെളിയിച്ചു. ഇത് കാരണം എന്താ, ഇവിടെ രണ്ട് കേസിലും എന്ത് തുല്യമാണ്? മീനും മീഡിയനും ഈക്വലാണ്, മധ്യവും ഈക്വലാണ്. ഇനിയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ വരുന്നത്. ഈ ക്വസ്റ്റ്യനിൽ ഇതിന്റെ പേരാണ്, ഈ ഒരു ഹെഡിങ്ങിന്റെ ഈ ഒരു ടോപ്പിക്കിന്റെ പേരാണ് ഫ്രീക്വൻസി ആൻഡ് മീഡിയൻ. ഫ്രീക്വൻസി നോക്കിയാൽ ഫ്രീക്വൻസി ആൻഡ് മീഡിയൻ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നേരത്തെ ഒരു ചങ്ങായി ചാടിയില്ലേ? എന്താ ഈ ചങ്ങായി ചാടിയപ്പോ 6.10 എത്ര വട്ടം ചാടി? 2 വട്ടം ചാടി. ഞാൻ പറയണോ, രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രാക്ടീസ് ചെയ്തപ്പോ 6.10 തന്നെ അവന് 15 വട്ടം ചാടി. 6.15 അവന് 10 വട്ടം ചാടി. 6.18 അവന് ഒരു 100 വട്ടം ചാടി. ഇതൊക്കെ പടം നിരത്തി ഇതിൽ നടക്കുമോ? ഞാനപ്പോ എന്താ കേട്ടോ, 6.10 എത്ര വട്ടം ചാടി? 10 വട്ടം ചാടി. അപ്പൊ നമുക്ക് മനസ്സിലായി 6.10 തന്നെ എത്ര വട്ടം ഉണ്ട് എന്നുള്ളത്, 10 വട്ടം ഉണ്ടെന്നുള്ളത്. ഞാനൊരു പട്ടികയൊക്കെ വരച്ചു വരക്കും. അതന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. കുറേയധികം കാര്യങ്ങളുണ്ട്. അപ്പോ 8 എണ്ണം 9 എണ്ണൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ എന്താട്ടാ നിരത്തി എഴുതാൻ പറ്റും. പക്ഷെ ഒരു 1000 എണ്ണൊക്കെ ആണെങ്കിലോ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കുക. ദാറ്റ് മീൻസ് ഇപ്പോ ഇതാ ഒരു 35 കുടുംബങ്ങളുടെ സെൻസസ് ആണ് ഞാൻ എടുത്തത്. ഇതിൽ പറയണത് ഇത് ആൻസറിന്റെ ആണ് കേട്ടോ, ഇത് മാത്രം നോക്കുക. ഇതിൽ പറയണത് ശ്രദ്ധിച്ചു കേൾക്കുക. മന്ത്ലി ഇൻകം, മാസവരുമാനം 10,000 രൂപ മാസവരുമാനം കിട്ടുന്ന എത്ര കുടുംബങ്ങൾ ആ കോളനിയിലുണ്ട്? 3 കുടുംബങ്ങളുണ്ട്. അഥവാ ആ കോളനിക്ക് നമ്പർ ഇട്ട് കഴിഞ്ഞാൽ 1ാമത്തെ 2ാമത്തെ 3ാമത്തെ വീടുകൾക്ക് നമ്പർ ഇട്ട് കഴിഞ്ഞാൽ 1ാമത്തെ 2ാമത്തെ 3ാമത്തെ കുടുംബങ്ങളുടെ
മന്ത്ലി ഇൻകം 10,000 ആണ്. 11,000 കിട്ടുന്ന എത്ര ഉണ്ട്? 7 അഥവാ 3 കഴിഞ്ഞ് 4, 5, 6, 7, 8, 9, 10 അഥവാ അങ്ങനെയുള്ള 7 കുടുംബങ്ങൾക്ക് ഏകദേശം 11,000 റുപ്യാണ് സാലറി. അതേപോലെ തന്നെ 12,000 റുപ്യ സാലറിയുള്ള എത്ര കുടുംബമുണ്ട്? 8 കുടുംബം. 13,000 ഉള്ള 5 കുടുംബം. ഏറ്റവും കൂടുതൽ സാലറിയുള്ള എത്ര കുടുംബമുണ്ട്? 16,000 റുപ്യുള്ള എത്ര കുടുംബമുണ്ട്? 3 കുടുംബം. മറ്റേ നിങ്ങൾ 10,000 10,000 10,000 10,000 3 10,000 11,000 11K 11,000 ഇത് 8 എഴുതേണ്ടി. പിന്നെ വേണ്ടി 12,000 8 എഴുതേണ്ടി. ഇതൊക്കെ നടക്കുന്ന പരിപാടിയാണ്. അല്ല, അതുകൊണ്ടാണ് ഞാൻ ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കി. ഇനി ആൻസർ ചെയ്താൽ വേണ്ടി കാൽക്കുലേറ്റ് മീഡിയൻ ഇൻകം എന്നാണ് ചോദിച്ചിരിക്കണം. മലയാളത്തിൽ പറഞ്ഞാൽ മധ്യമ വരുമാനം കാണുക. മധ്യമ വരുമാനം കാണുക. എങ്ങനെ മധ്യമ വരുമാനം കാണുക? മധ്യമ വരുമാനം എങ്ങനെ കാണുക? അതിന് ആദ്യം മന്ത്ലി ഇൻകം. ഈ അപ് ടു എന്ന് പറഞ്ഞാൽ 10,000 വരെ എന്നാണ് അർത്ഥം. 10,000 വരെ. അപ്പൊ എല്ലാത്തിനും 10,000 വരെ 11,000 വരെ അങ്ങനെ എഴുതണം. 10,000 വരെ സാലറിയിൽ എത്ര കുടുംബമുണ്ട്? എടാ, ആദ്യത്തെ 3 കുടുംബത്തിന് മാത്രമല്ലേ. 10,000 വരെ വരുമ്പോൾ 10,000 പെടും, അതിന്റെ താഴത്തേക്കുള്ളതൊക്കെ പെടും. 10,000 ഏറ്റവും മിനിമം ഈ കോളനിയിൽ ഏറ്റവും മിനിമം സാലറി വാങ്ങുന്ന ബലാണ്. ബലക്കാട്ടിൽ താഴെ വേറൊരു ചങ്ങായിമാരുമില്ല. സോ ദാറ്റ് മീൻസ് 10,000 റുപ്യ കിട്ടുന്ന 3 കുടുംബങ്ങൾ. അത് കറക്റ്റാ. 11,000 വരെ അപ് ടു 11,000. 11,000 അല്ല, 11,000 വരെ. 11,000 അപ് ടു 11,000 അഥവാ അപ് ടു 11,000 എന്ന് പറയുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട കാര്യം, എടാ 11,000 വരെ എന്ന് പറയുമ്പോൾ ആരൊക്കെ പെടും? ഇപ്പൊ ഇവിടെയുള്ള സാലറിയിൽ അവൈലബിൾ ആയുള്ള സാലറിയിൽ 12,000 ഒന്നും പെടില്ലല്ലോ. 11,000 വരെ വരുമ്പോൾ 11,000 അതിന്റെ താഴത്തേക്കുള്ളതൊക്കെ പെടും. ദാറ്റ് മീൻസ് 10,000 കിട്ടുന്ന ഫാമിലിയും പെടും, 11,000 കിട്ടുന്ന ഫാമിലിയും പെടും. ഈ രണ്ട് ഫാമിലിയും എവിടെയാണ്? 11,000 വരെ അല്ലെങ്കിൽ അപ് ടു 11,000 എന്നുള്ള ഗ്യാപ്പിന്റെ ഇടയിലാണ്. ദാറ്റ് മീൻസ് ഈ 3 പെടും, ഈ 7 പെടും. ടോട്ടൽ എത്ര? 3, 7, 10 കുടുംബം. അതേപോലെ തന്നെ 12,000 വരെ എന്ന് പറയുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് 12,000 വരെ വരുമ്പോ ഏതൊക്കെ പെടും? 12,000 പെടും, 11,000 പെടും, 10,000 പെടും. അഥവാ ഈ 3 പെടും, ഈ 7 പെടും, ഈ 8 പെടും. ആണോ? അല്ലേ? സോ ദാറ്റ് മീൻസ് 3, 7, 10 ആണെന്ന് കിട്ടി. അതിലേക്കാണ് നമ്മൾ എന്താ ഇടുന്നത്? ഇതാ 8 കൂടി കൂട്ടി 18. അങ്ങനെ കൂട്ടി ചെയ്ത് ദാറ്റ് മീൻസ് ഏറ്റവും അടിയിൽ അപ് ടു 16,000 വരെ എന്ന് പറയുമ്പോൾ 16,000 അതിന്റെ താഴത്തേക്കുള്ളൊക്കെ പെടൂലേ. 16,000ന്റെ മേലേക്ക് ഇനി സാലറി അവിടെ കിട്ടാനില്ല. ദാറ്റ് മീൻസ് അതിലുള്ള എല്ലാ കുടുംബവും ഈ എണ്ണത്തിൽ പെടും. അഥവാ ഇവിടെ എത്ര കുടുംബമുണ്ട്? 35 കുടുംബമുണ്ട്. അഥവാ എല്ലാ കുടുംബത്തിനും 10,000 11,000 12,000 13,000 14,000 15,000 16,000 അഥവാ മാക്സിമം പോയ 16,000 വരെയാണ്. അഥവാ 16,000 വരുന്ന എത്ര കുടുംബങ്ങളുണ്ട്? ടോട്ടൽ 35 കുടുംബമാണ് ആകെ കോളനി ഉള്ളത്. ഇനി ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, ഇതെങ്ങനെ? ഇവിടെ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട പരിപാടി എപ്പോഴും എന്ന് കാണുക എന്നുള്ളതാണ്. എന്നെങ്ങനെ കാണും? എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നമ്പർ ഓഫ് കുടുംബങ്ങൾ ഇതൊക്കെ പാടെ കൂട്ടുക, അല്ലെങ്കിൽ അത് കൂട്ടി ലാസ്റ്റ് വരുന്ന തരാം 35 കുടുംബങ്ങളാണുള്ളത്. ഇനി ഒരു 35 കുടുംബങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മധ്യമസ്ഥാനം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മധ്യമസ്ഥാനം അല്ലെങ്കിൽ മധ്യമത്തിന്റെ സ്ഥാനം അല്ലെങ്കിൽ മീഡിയന്റെ പൊസിഷൻ ഞാൻ എന്താ പറയണേ? എന്നിലേക്ക് ഒന്ന് കൂട്ടി പകുതി എത്രാമത്തെ, അതല്ല ഉത്തരം, അത്രാമത്തതാണ് ഉത്തരം. n+1 n 35 അല്ലെ? 35ക്ക് 1 കൂട്ടിയാ 36/2. എത്രാമത്തെ അറിയുമ്പോ എത്ര വരിക? 18ാമത്തെ. അഥവാ ഈ ഫാമിലി ഇതിലുള്ള 18ാമത്തെ കുടുംബം എവിടെ വരിക? ഞാൻ പറയട്ടെ. 3 എന്ന് പറയുമ്പോൾ 10,000 വരെ 3 പറയുമ്പോൾ 1, 2, 3 കുടുംബങ്ങളുടെ സാലറി 10,000 ആണ്. 11,000 വരെ 10 എന്ന് പറയുമ്പോൾ ആദ്യത്തെ 3 10,000 ആണ്. ബാക്കിയുള്ള 4, 5, 6, 7, 8, 9, 10 അഥവാ ഇങ്ങനെയുള്ള 7 കുടുംബങ്ങളുടെ സാലറി 11,000 ആണ്. 11,000ത്തിന് ശേഷം അടുത്ത് 10 കുടുംബങ്ങൾ കഴിഞ്ഞു 11,000 വരെ. അതിന് ശേഷമുള്ളതാണ് 12,000. 12,000 വരെ ആകുമ്പോൾ 10 ഉള്ളത് 18 ആകുന്ന 8 ആൾക്കാർ കൂടുന്നുണ്ട്. ദാറ്റ് മീൻസ് 10 കഴിഞ്ഞ് 11, 12, 13, 14, 15, 16, 17, 18 വരെയുള്ള എല്ലാ കുടുംബങ്ങളുടെയും സാലറി 12,000 ആണ്. നമ്മുടെ മീഡിയം ചോദിച്ചാൽ 18ാമത്തെ അല്ലേ? 18ാമത്തെ ആളും ഏതിലാ കിടക്കണത്? 10,000 കഴിഞ്ഞിരിക്കണം. ആദ്യത്തെ 3 കുടുംബം കഴിഞ്ഞിരിക്കണം. 11,000 കഴിഞ്ഞിരിക്കണം. 10 കുടുംബം വരെ ഉള്ളൂ. 12,000ന്റെ ഗ്യാപ്പിലാണ് വരുന്നത്. ദാറ്റ് മീൻസ് 10 കഴിഞ്ഞ് 11 മുതൽ 18 വരെയുള്ള എല്ലാം ഇതിലാ പെടുക. അപ്പൊ അങ്ങനെ 12,000ന്റെ ചെലവിലുള്ള 8 പെടും ഈ 18ാമത്തോ. ദാറ്റ് മീൻസ് 18ാമത്തിന്റെ മീഡിയൻ അല്ലെങ്കിൽ മധ്യമം 12,000 രൂപയാണ്. സോ ദെൻ ഇത് മനസ്സിലുണ്ടാവുക, എപ്പോഴും മനസ്സിലുണ്ടാവുക. ഞാൻ നിങ്ങളോട് ചോദിച്ചിരിക്കണേ എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഓക്കെ, ഇവിടെ ഞങ്ങളോട് ചോദിക്കണ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് 21ാമത്തെ കുടുംബത്തിന്റെ സാലറി എത്രയെന്ന് വെച്ചാൽ എങ്ങനെ പറയാം?
എടാ ആദ്യത്തെ 3 ഇവിടെ, 3 കഴിഞ്ഞ് 4 മുതൽ 10 വരെ ഇവിടെ, 10 കഴിഞ്ഞ് 11 മുതൽ 18 വരെ ഇവിടെ, 18 കഴിഞ്ഞ് 19, 20, 21, 22, 23 വരെ ഈ ഒരു ഗ്യാപ്പിൽ വരും. ദാറ്റ് മീൻസ് 12,000 കഴിഞ്ഞ അടുത്ത ഗ്യാപ്പ് ഏതാ? 13,000 ഗ്യാപ്പാണ്. അഥവാ 21ാമത്തെ കുടുംബത്തിന്റെ ആവും. ഇതൊക്കെ എത്രയാണ് ഉണ്ടാവുക? 13,000 കണക്കിൽ വരിക കേട്ടോ. സോ മനസ്സിലുണ്ടാവണം. ഇനി അതിനുശേഷം ഇത്രയുള്ള ആൻസർ. ഇവിടെ ഈവൻ വരുന്ന കേസ് എത്ര വരിക? ഞാൻ പറഞ്ഞല്ലോ, ഇത് 700 പെടുന്ന എത്ര കുടുംബങ്ങൾ? 2 വർക്കേഴ്സ്. 800 പെടുന്ന 4 വർക്കേഴ്സ്. ദാറ്റ് മീൻസ് 700 വരെ 2 എണ്ണം. 800 വരെ അറിയുമ്പോൾ 700 പെടും, 800 പെടും. 800 വരെ അറിയുമ്പോൾ 800 അതിന്റെ താഴെയൊക്കെ പെടും. 700 പറഞ്ഞാൽ 800 താഴല്ലേ. ദാറ്റ് മീൻസ് ഈ 2 ആളും പെടും, ഈ 4 ആളും പെടും. ടോട്ടൽ 6 ആൾ. അങ്ങനെ കൂട്ടി ചെയ്ത് 1300 വരെ. ആ കമ്പനിയിൽ മാക്സിമം കൊടുക്കുന്ന സാലറിയാണ് 1300. അഥവാ 1300 വരെ കിട്ടുന്ന ആൾക്കാരാണ് എല്ലാവർക്കും 1300 അതിന്റെ താഴത്തേക്കല്ലേ കിട്ടുക. ദാറ്റ് മീൻസ് 1300 വരെ എല്ലാം പെടും. അഥവാ N=30 എന്ന് കിട്ടി. 30 ആൾക്കാരാണ് ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. എന്താ മീഡിയൻ വരിക? മധ്യമം. എന്താ ഞാൻ പറഞ്ഞത്? ഒന്നുകിൽ നിങ്ങൾ മറ്റേ ഈവന്റെ കേസിലൊരു പരിപാടി ഉണ്ട്. എന്ത്? ഇതിന്റെ പകുതി 15, 15ന്റെ അപ്പുറത്ത് 16. ഇത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തതെന്നൊക്കെ മനസ്സിലാവാതെ നിങ്ങൾ വിങ്ങി നേറി ജീവിച്ചേണ്ടി വരും. അതിനെക്കാട്ടും നല്ല നമ്മളെ പരിപാടി, മെയിൻ പരിപാടി എടുക്കുക. എന്നിലേക്ക് ഒന്ന് കൂട്ടി പകുതി. എത്ര? 30 അല്ലേ? 30ലേക്ക് 1 കൂട്ടിയാൽ 31. 31ന്റെ പകുതി 15ാമത്തെ. 15ാമത്തെ അറിഞ്ഞാണ്ട് ഒരാൾ ഇവിടെ ഉണ്ടാവോ? മനുഷ്യനെ മുറിച്ചേണ്ടി വരും. അപ്പൊ എന്താ 15 പറഞ്ഞാൽ 15 ഒട്ടും ചെയ്തിക്കണ്, 16 എത്തിയിട്ടില്ല. രണ്ടും പാടെ കൂട്ടിയിട്ട് പകുതി ഉണ്ടാവില്ല. അതിന്റെ സെന്ററാണ് കേട്ടോ. ഇപ്പൊ 15ാമത്തെ ആളുടെ സാലറി എവിടെ നോക്കണം എന്നുണ്ടെങ്കിൽ 15ാമത്തെയും 16ാമത്തെ ആൾക്കാര് 11 വരെ കഴിഞ്ഞു. അഥവാ 900 വരെ കഴിഞ്ഞു. 11ന് ശേഷം 12, 13, 14, 15, 16, 17, 18 ഇത്രയും കുടുംബങ്ങളാണ് 10,000 ഉറുപ്പ്യ സാലറിയിൽ വർക്ക് ചെയ്യണം. ദാറ്റ് മീൻസ് ഇതില് 15ാമത്തെ ആളുടെ സാലറിയും 10,000 ആണ്. അല്ല, 10,000 അല്ല, 1000. 16ാമത്തെ ആളുടെ ദിവസക്കൂലിയും 1000 ആണ്. അതിന്റെ രണ്ടിന്റെയും കറക്റ്റ് സെന്റർ പറഞ്ഞാൽ 1000 കൂടി 2000. 2000ന്റെ പകുതി എത്ര തന്നെയാണ്ട? 1000 തന്നെയാണ്. ആണോ അല്ലേ? മറക്കരുത്. അപ്പൊ ഇങ്ങനെയാണ് അവിടെ മീഡിയൻ കാണുക. മീഡിയൻ കാണുന്ന സമയത്ത്, ഈവൻ ആകുന്ന സമയത്ത് എത്ര ആളെ കാണേണ്ടി വരും? 2 ആളെ കാണേണ്ടി വരും. ഒരിക്കലും ഇപ്പൊ 4 ആൾ നിൽക്കുകയാണെങ്കിൽ ഇതിൽ സെന്റർ പറയാം. 3 ആളാണെങ്കിൽ ഇവിടെ സെന്റർ പറയാൻ പറ്റും. 4 ആളാണെങ്കിൽ സെന്റർ പറയാൻ പറ്റും. അപ്പൊ ഞാൻ എന്താ, ഈ സെന്ററിൽ നിൽക്കുന്ന 2 ആളല്ലേ, ഓൾറെഡി കൂട്ടും. എന്നിട്ട് അതിന്റെ പകുതി എന്ന് കാണും. പകുതി കണ്ടാൽ കറക്റ്റ് ബലം കണ്ടാൽ സെന്ററിലുള്ള വാല്യൂ കിട്ടും. സോ ഇതാണ് നമ്മളെ പരിപാടി. ഇനി ലാസ്റ്റ് ടോപ്പിക് ഇമ്പോർട്ടന്റ് ആണ്. ഇതും കൂടി കഴിഞ്ഞ് നമ്മൾ ചാപ്റ്റർ കഴിയും. ഇതിൽ നിന്നാണ് 5 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ, 100% ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, നമ്മുടെ 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇതൊന്ന് ചോദിക്കും. ഇത് ഞാൻ പറഞ്ഞു, മറ്റേ കണ്ടന്റിൽ കൃത്യമായിട്ടൊരു 7-8 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും ഈ ക്വസ്റ്റ്യൻ ഇല്ലാത്തൊരു 8 ക്വസ്റ്റ്യൻ പേപ്പർ അച്ചടിച്ചിട്ടില്ല. അതന്നെയാണ് നമ്മളെ കോൺഫിഡൻസ്. ഇനി അച്ചടിക്കാനും പോണില്ല. നോക്കിക്കോ, ഇവിടെ ഉള്ളത് 220 to 240. എത്ര കുടുംബങ്ങളാണ്? നോക്കിക്കോ, 220 to 240 എത്ര കുടുംബങ്ങളാണ്? 220 to 240 ഇലക്ട്രിസിറ്റി ബില്ല് യൂസ് ചെയ്യുന്ന എത്ര കുടുംബങ്ങളുണ്ട്? 3 കുടുംബങ്ങളുണ്ട്. അതേപോലെ തന്നെ 240 to 260. അതിവിടെ എന്ത് പറയുന്നില്ല. ഇതിനെയാണ് മീഡിയൻ ആൻഡ് ക്ലാസ് എന്ന് പറയുന്നത്. ക്ലാസ് ആൻഡ് മീഡിയൻ, മലയാളത്തിൽ പറഞ്ഞ വിഭാഗങ്ങൾ. ഇതാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ ഇതില് 220 നിന്ന് 220ന്റെയും 240ന്റെയും ഇടയിൽ ഇലക്ട്രിസിറ്റി ബില്ല് യൂസ് ചെയ്യുന്ന 3 കുടുംബങ്ങളുണ്ട്. ദാറ്റ് മീൻസ് അവര് 220ന്റെയും 240ന്റെ ഇടയിൽ ഏത് വാല്യൂ ആണെങ്കിലും എടുക്കാം കറണ്ട് ആയിട്ട്. ഇപ്പൊ 230 എടുക്കുന്ന ആൾക്കാരുണ്ടാവും, 239 എടുക്കുന്ന ആൾക്കാരുണ്ടാവും, 221 എടുക്കുന്ന ആൾക്കാരുണ്ടാവും. ഇതൊക്കെ ഇതിൽ പെടും. അതേപോലെ തന്നെ 240 മുതൽ 260 വരെയുള്ള കാറ്റഗറിയിലാണ് ബാക്കിയുള്ള 6 ആൾ വിടുക. അങ്ങനെ ഓരോരോ കാറ്റഗറി ആയിട്ട് തന്നിരിക്കണം. കൃത്യമായിട്ട് അവരെന്ത് തന്നിട്ടില്ല, അവരുടെ ഇലക്ട്രിസിറ്റി യൂസേജിന്റെ കറക്റ്റ് വാല്യൂ തന്നിട്ടില്ല. ഇവർ ഇതിന്റെയൊക്കെ ഇടയിലാണ് യൂസ് ചെയ്യണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സ്കൂളിലൊക്കെ മാർക്ക് ഷീറ്റ് ഒക്കെ തരുന്ന സമയത്ത് 30ന്റെയും 40ന്റെയും ഇടയിലുള്ള ആൾക്കാർ നീച്ചിക്കുന്ന പറയുന്ന സമയത്ത് 31 കിട്ടിയോ നീച്ചിക്കാം, 39 കിട്ടിയോ നീച്ചിക്കാം. മനസ്സിലായല്ലോ? അപ്പൊ അതേപോലെ തന്നെ ഇവിടെ വാല്യൂസിന് കൃത്യമായിട്ടുള്ള രൂപ തരുന്നില്ല. നമ്മൾ ഫുൾ ഒരു ഊഹത്തിലാണ് പോവുക. അപ്പൊ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ആൻസർ വരക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ടേബിൾ ഇട്ട് വരയ്ക്കണം. ഈ ടേബിൾ നിങ്ങൾ എഴുതേണ്ടത് ബിലോ 240. പിന്നെ ഒരു ഡൗട്ട് നിങ്ങൾക്ക് വരാനുള്ളത്, എടാ മക്കളെ, ഇവിടെ 220, 240 240 ഉണ്ട്, 240 260 240 ഉണ്ട്. അപ്പൊ 240 പെടും.
അപ്പർ ലിമിറ്റുകളൊന്നും അതിന്റെ വിഭാഗത്തിൽ പെടൂല. ദാറ്റ് മീൻസ് 220 മുതൽ 240 വരെ പറഞ്ഞാല് 220 മുതൽ 239.99 വരെ ആയിട്ടുള്ളൂ. 240 ആ വിഭാഗത്തിൽ പെടൂല. എവിടെ പെടുക? ലോവർ ലിമിറ്റ് ഇതാ ഇവിടെയാണ് പെടുക. ഒരിക്കലും അപ്പർ ലിമിറ്റുകൾ നമ്മൾ വിഭാഗത്തിൽ കൂട്ടരുത് കേട്ടോ. ഇപ്പൊ ഇവിടെയൊക്കെ ആണെങ്കിൽ 320 to 340 ഉണ്ടാവില്ല, 339.99 വരെ ഓക്കെ. 340 അതിൽ ബാധ്യസ്ഥനല്ല. അതുകൊണ്ടാണ് ബിലോ 240 പറയുന്നത്. പിന്നെ ബിലോ 220 എന്താണ് പറയാത്തത്? 220 മുതലാണ് തുടങ്ങുന്നത്, അതിന്റെ താഴത്തേക്കില്ല. മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ ഇതിൽ എഴുതേണ്ടത് താഴെ 240 താഴെ കേട്ടോ, 240 താഴെ. അപ്പൊ 240 താഴെ വൈദ്യുതി ഉപയോഗിക്കുന്ന 3 കുടുംബങ്ങൾ. 260 താഴെ വരുമ്പോ 260 താഴെയല്ലേ ഇതൊക്കെ പെടുക. 220 240 200 ഒക്കെ 260 താഴെ പെടുക. ദാറ്റ് മീൻസ് ഈ 2 ടീമും പെടും. 3 6 9. ഇനി 280 പറയുമ്പോ ഈ 3 ടീമും പെടൂലേ? അല്ലെ 280 താഴെ ഇതൊക്കെ താഴെയുള്ള വാല്യൂസ് അല്ലേ, അപ്പൊ ഇതും പെടും. ദാറ്റ് മീൻസ് ആ 7 പെടും. കൂട്ടി ചെയ്ത് പിന്നെ 300 താഴെ വരുമ്പോ ഇവരൊക്കെ പെടും. 300 താഴെയുള്ളതൊക്കെ. സോ ദാറ്റ് മീൻസ് ഈ 10 കൂടെ ഒക്കെ കൂടും. അങ്ങനെ കൂട്ടി ഒരു പട്ടിക ഉണ്ടാക്കണം. ഈ പട്ടിക ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം എന്തായാലും 340 താഴെ വരുമ്പോ എല്ലാവരും പെടൂല, കാരണം 340 താഴെ ഇതൊക്കെ. ദാറ്റ് മീൻസ് ഒക്കെ പാടെ കൂട്ടി എത്ര വരും? 39. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് കണ്ടോളി. n is equal to 39 ആണോ അല്ലേ? ഇനി എങ്ങനെയാടാ മീഡിയൻ കാണാ? മീഡിയൻ കാണണമെന്നുണ്ടെങ്കിൽ കുറേ അധികം സ്റ്റെപ്പുകളുണ്ട്, ശ്രദ്ധിച്ച് കേട്ടോളി, അല്ലെങ്കിൽ ആകപ്പാടെ പാളും. ഒരു തടസ്സമായിട്ട് നിൽക്കേണ്ട കരുതിയിട്ടാണ്. നോക്കോ, 240 താഴെ, 260 താഴെ, 280 താഴെ, 300 താഴെ, 320 താഴെ, 340 താഴെ, ഇതൊക്കെ എഴുതി വെക്കുക. ഇനി അതിനുശേഷം n എത്രയിടാം? n എത്ര? 39 ആൾക്കാരല്ലേ ഇവിടെ ഉള്ളത്, അല്ലെങ്കിൽ 39 വീടുകളല്ലേ ഇവിടെ ഉള്ളത്. ഒക്കെപ്പാടെ കൂട്ടിയതാണ് ഇവിടെ വരിക. ഇതിലാദ്യം നിങ്ങൾ ചെയ്യേണ്ടത് മീഡിയൻ പൊസിഷൻ, മലയാളത്തിൽ പറഞ്ഞാൽ മധ്യമസ്ഥാനം. കൃത്യമായിട്ട് പറയില്ല, പക്ഷെ ഞാൻ ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞതിനോണ്ട് അങ്ങനെ. എന്താ എന്നിലേക്ക് ഒന്ന് കൂട്ടി പകുതി ഇത്രാമത്തെ n 39 അല്ലെ, 39 140, 40ന്റെ പൂതി എത്ര? 20ാമത്തെ ആളുടെ അല്ലെങ്കിൽ 20ാമത്തെ വീട്ടിലെ കറണ്ട് യൂസേജ് ആണ് നമ്മുടെ മീഡിയൻ. പക്ഷെ 20ാമത്തെ വീട്ടിൽ ഇത് കറക്റ്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചധികം പണികളുണ്ട്. ഈ 20ാമത്തെ ആള് എന്ന് പറയുന്നത് ഇതിന്റെ ഒക്കെ ഇടയിലല്ലേ വരുന്നത്. കൃത്യമായിട്ടുള്ള വാല്യൂസ് ക്വസ്റ്റ്യനിൽ തരാത്തതുകൊണ്ട് 20ാമത്തെ ആൾ പറഞ്ഞാൽ 16ന്റെ 26ന്റെ ഇടയില്ല. 16ന്റെ നേരത്ര 280, 26ന്റെ നേരത്ര 300. 280 to 300 പറഞ്ഞുകൊണ്ട് ഒരു ക്ലാസ് ഇവിടെ അല്ലേ, ഇതാണ് ഇവിടുത്തെ മീഡിയൻ ക്ലാസ്. പിന്നെ ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഇവിടെയുള്ള വാല്യൂസിലൊക്കെ ചുരുക്കുള്ളൊരു വാല്യൂ 10 അല്ലേ, അഥവാ 5 10 ഇങ്ങനത്തെ വാല്യൂസ് വന്നതെന്ന് ഉറപ്പിക്കുക, അതായിരിക്കും മീഡിയൻ ക്ലാസ്. അപ്പൊ അടുത്ത സ്റ്റെപ്പുകൾ എന്താണ്? മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കലാണ്, അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ മധ്യമ വിഭാഗം. അതെങ്ങനെ കാണുക? 20ാമത്തെ ആളെ എവിടെയാണ് കിടക്കുന്നത്? 16 കഴിഞ്ഞും ചെയ്തിരിക്കണം, 26 എത്തിയിട്ടില്ല, അതിന്റെ ഇടയിലാണ്. ദാറ്റ് മീൻസ് 280 to 300ന്റെ ഇടയിലാണ് മധ്യമസ്ഥാനം, അല്ലെങ്കിൽ മധ്യമത്തിലുള്ള ആളുടെ സാലറി വരുന്നത്, അല്ലെങ്കിൽ സാലറി ഇലക്ട്രിസിറ്റി യൂസേജ്. ദാറ്റ് മീൻസ് അവിടുത്തെ മധ്യമ വിഭാഗം അല്ലെങ്കിൽ മീഡിയൻ ക്ലാസ് 280 to 300ലുള്ള ആ 10 ആളുകളാണ്, മറക്കരുത്. ഇനി ഇവിടെ 280 മുതൽ 300 വരെ എത്ര യൂണിറ്റ് വേണമെങ്കിലും യൂസ് ചെയ്തിട്ട്, ചിലപ്പോൾ ചില ആൾക്കാർ ചില വീട്ടുകാർ യൂസ് ചെയ്യും 281 യൂസ് ചെയ്യുന്നുണ്ടാവുള്ളൂ, ചില വീട്ടുകാര് 300 വരില്ല, അപ്പൊ 299.99 വരെ കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ 280 300ന്റെ ഇടയിൽ ഏത് വാല്യൂ ആവും. പക്ഷെ നമ്മളൊരു ഊഹത്തിന് പറയാണ്, 10 ആളില്ലേ, ഇപ്പൊ ഞാൻ 280 to 300 ഡിവൈഡ് ചെയ്യാണ്. കോമൺ ഡിഫറൻസ് കാണണം, അഥവാ ടേം ഡിഫറൻസ്, ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് 300 - 280 ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇതാ ഇവരുടെ എണ്ണങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ 26 - 16 10 ആണ്. അപ്പൊ എണ്ണത് അവിടെ തന്നിക്കണം 10. ദാറ്റ് മീൻസ് 300 - 280 20/10 പറഞ്ഞാൽ 20ൽ എത്ര 10 ഉണ്ട്? 0 0 2/1 2 എന്ന് കിട്ടും. അഥവാ 280 to 300 ഈ ഒരു വിഭാഗത്തിന് ഞാൻ 10 ആളുകൾക്ക് ഡിവൈഡ് ചെയ്യാണ്. 1 2 3 4 5 6 7 8 9 10. സോ ഇവിടെ ചെയ്യേണ്ട കാര്യം 280 കഴിഞ്ഞ് അടുത്ത ഓരോന്ന് എത്ര വരും? കോമൺ ഡിഫറൻസ് 2 അല്ലേ? ദാറ്റ് മീൻസ് 282 284 286 ഇങ്ങനെ പോകും. 200 അങ്ങനെ പോകും.
ബാക്കി ഇവിടെ 298 അങ്ങനെ 300 അങ്ങനെ വരിക. ഇനി ഫസ്റ്റത്തെ ആള് ഈ വിഭാഗത്തിലെ ആദ്യത്തെ ആളായിരിക്കും 280 300 വിഭാഗത്തിൽ. ഇതാ ആദ്യത്തെ 3 ഇവിടെയാണ്, പിന്നത്തെ 6 ഇവിടെയാണ്, പിന്നത്തെ 7 ഈ ഗ്യാങ്ങിലാണ്. 3, 6, 7 ടോട്ടല് 16 അഥവാ ആദ്യത്തെ 16 ആളുകൾ 280 താഴെയുള്ള വാല്യൂസിലാണ്. അപ്പൊ അത് പെടൂല. 16 കഴിഞ്ഞ അടുത്തത് ആരാ? 17-ാമത്തവനല്ലേ ഇതാ. അവിടെ 16 വരെ ബിലോ 280 താഴെയാണ്, അത് പെടൂല. അപ്പൊ നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാല് 16 കഴിഞ്ഞാൽ അടുത്ത വാല്യൂ എത്ര? 17-ാമത്തവനാണ് ഇവിടുത്തെ എന്ത് വരിക? ഫസ്റ്റത്തെ ആള് വരിക. പറയാൻ പറ്റും ആർക്കെങ്കിലും ഇവിടുത്തെ വാല്യൂ എത്രക്കാരം വേണ്ടി എന്നുള്ള? 280 282. ഇനി കറക്റ്റ് സെന്റർ എത്ര? 281 ആണോ അല്ലേ? ഇനി ഇവനും എന്താ കാണണ്ടേ? 20-ാമത്തെ അല്ലേ? ഇതാ ഇവിടെ 18-ാമത്തെ വരും, ഇവിടെ 19-ാമത്തെ കുടുംബത്തിന്റെ വരും, ഇവിടെ 20-ാമത്തെ കുടുംബത്തിന്റെ. 20-ാമത്തെ കുടുംബത്തിന്റെ എത്ര? 286 288 അടിയിൽ 287. ഇങ്ങനെയാണ് ഇത് ചെയ്യുക. പക്ഷേ നമ്മൾ ചിത്രം വരച്ചല്ല ചെയ്യണത്, ഒരു അരിത്തമാറ്റിക് സീക്വൻസിലേക്ക് പോവാണ്. അതിന് വേണ്ടിയിട്ട് ഒരു കാര്യം പഠിച്ചിരിക്കണം. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണാപ്പാടം പഠിച്ചാൽ മതി. മീഡിയൻ പൊസിഷൻ കണ്ടു, അത് നിൽക്കണ ആ ഒരു ക്ലാസ് മധ്യമ വിഭാഗം കണ്ടു, അതിന്റെ കോമൺ ഡിഫറൻസ് 2, ഓരോരുത്തർക്കും 2 വിരിച്ച് അങ്ങനെ കൊടുക്കുക. ഇനി അതേപോലെ തന്നെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മീഡിയൻ ക്ലാസ് കഴിഞ്ഞാൽ ഇവിടെ ഈ മീഡിയൻ ക്ലാസ്സിലുള്ള ആദ്യത്തെ ആൾക്ക് ഇതാണ് ഉത്തരം, L+D/2. ഈ ഇക്വേഷൻ പഠിച്ചു വെക്കണേ. ഈ ഇക്വേഷൻ പഠിച്ചു വെക്കാം. ഈ ഗ്രൂപ്പത്തെ ആദ്യത്തെ ആളാരാ? ഈ ഗ്രൂപ്പത്തെ ആദ്യത്തെ ആളെ കിട്ടണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്. എന്താ ചെയ്യേണ്ടി വരും? ഈ ഗ്രൂപ്പത്തെ ആദ്യത്തെ ആളെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതാ 280 താഴേക്കുള്ളതൊക്കെ 16 വരെ വരും. 16 കഴിഞ്ഞ അടുത്ത 17, 18, 19, 20, 21, 22, 23, 24, 25, 26 വരെ എന്തിൽ വരും? അടുത്ത വിഭാഗത്തിൽ വരും. ബിലോ 300 അല്ലെങ്കിൽ 280 കഴിഞ്ഞിട്ട് 300 വരെയുള്ള, അഥവാ ഇതിൽ വരും 10. സോ ദാറ്റ് മീൻസ് ഇതിലുള്ള ആദ്യത്തെ ആള് 16 വരെ ബിലോ 280 ആണ്. 280 ശേഷമുള്ള ഇതിൽ ഫസ്റ്റത്തെ ആള് 17-ാമത്തെ ആളാണ്. അഥവാ ഇവിടുത്തെ 17-ാമത്തെ ആൾ എങ്ങനെ കാണുക വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ലോവർ ലിമിറ്റ്, ഈ വിഭാഗത്തിലെ ലോവർ ലിമിറ്റ് ആണ് ഇത് 280 ടു അപ്പർ ലിമിറ്റ് മേലുള്ള ലിമിറ്റ് 300. ലോവർ ലിമിറ്റ് എന്തായാലും 280 300 ഇടയിൽ, അതായത് മിനിമം 280 എന്തായാലും ഉണ്ടാവും. പ്ലസ് ഞാൻ നേരത്തെ ഫിഗർ വരച്ച സമയത്ത് ഇവിടെ 280 അടുത്തത് 282 ഇട്ടിട്ടും 17-ാമത്തെ ആളുടെ ഇലക്ട്രിസിറ്റി യൂസേജ് എത്ര വന്ന്? 280 282 കറക്റ്റ് പകുതി ആണോ അല്ലേ? അല്ലെങ്കിൽ സെൻട്രലിൽ നിൽക്കുന്ന ആൾ. അതേ ധാരണ മുൻകൂട്ടി കണ്ടതിന് ശേഷം ഞാൻ എന്താ ഡി കൂട്ടണില്ല, ഡീന്റെ പകുതി കൂട്ടണുള്ളൂ. ഡീന്റെ പകുതി എത്ര? 2ന്റെ പകുതി. ഡി 2 അല്ലേ? 2ന്റെ പകുതി 1. ഇപ്പൊ എത്ര വരിക? 281. പക്ഷെ ആൻസർ ആയിട്ടില്ല. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മീഡിയൻ ആണ്. മീഡിയൻ എത്രാമത്തെ ടേമാ? മീഡിയൻ 20-ാമത്തെ ആളുടെ സാലറിയാണ്. 20-ാമത്തെ ടേം എന്ന് വിളിക്കാം. 20-ാമത്തെ ടേം 20-ാമത്തെ ടേം കിട്ടണമെന്നുണ്ടെങ്കിൽ 17-ാമത്തെ ടേം എനിക്കറിയാം. എത്ര ഡിയും പാടെ കൂട്ടേണ്ടി വരും? 3 ഡി അല്ലേ? 17ലേക്ക് 3 കൂട്ടിയാൽ 20. സോ 20-ാമത്തെ ടേം 17-ാമത്തെ ടേം അറിയാം 281 പ്ലസ് 3 ഇൻറ്റു ഡി എത്ര? ഡി 2 അല്ലേടാ ക്വസ്റ്റ്യനിലല്ലേ? സോ 2. ദാറ്റ് മീൻസ് 281 പ്ലസ് 3 ഇൻറ്റു 2 6. ദാറ്റ് മീൻസ് 287 എന്നത് മറക്കരുത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. മീഡിയൻ മാർക്ക് അല്ലെങ്കിൽ മാർക്കിന്റെ മധ്യമാണ് കാണാനുള്ളത്. എന്താ ചെയ്യേണ്ടത്? 0 to 10, 0-ന്റെയും 10-ന്റെയും ഇടയിൽ മാർക്കിട്ട് എത്ര കുട്ടികളുണ്ട്? 4 കുട്ടികള്. 10 to 20 8 കുട്ടികള്. അങ്ങനെ എഴുതുക. എന്നിട്ട് ഫസ്റ്റ് എഴുതേണ്ടത് ബിലോ 10, 10-നേക്കാൾ കുറവ് 4 കുട്ടികള്. 20, 20-നേക്കാൾ കുറവ് പറയുമ്പോൾ അതൊക്കെ പെടും. ഈ 4 8 പെടും. ടോട്ടൽ 12 കുട്ടികൾ. അങ്ങനെ എല്ലാം അങ്ങനെ ഇത്. അതിന് ശേഷം ടോട്ടൽ എത്ര കുട്ടികളുണ്ട്? 36 കുട്ടികളുണ്ട്. 50-നേക്കാൾ കുറവല്ല. 50 പരീക്ഷ എഴുതി 50-നേക്കാൾ കുറവല്ല എല്ലാ കുട്ടികൾക്കും ഉണ്ടാകും. ഇപ്പൊ ഇവിടെ 40 to 50 അറിയണമെങ്കിൽ പോലും 40 to 49.99 വരെ ഇവിടെ പെടുകയുള്ളൂ. ലാസ്റ്റത്തെ ഒരിക്കലും ആ ഗ്രൂപ്പിലല്ല പെടുക, അടുത്ത ഇല്ലാത്തതുകൊണ്ട് 50 പെടൂല. 50-നേക്കാൾ താഴെ മാർക്ക് മാത്രമേ കുട്ടികൾക്കുള്ളൂ. സോ ദെൻ ആദ്യം ചെയ്ത് എത്ര? 50. ഇനി അടുത്തത് മീഡിയൻ കാണണം. മീഡിയന്റെ പൊസിഷനെ കാണാൻ പറ്റുള്ളൂ, സ്ഥാനെ കാണാൻ പറ്റുള്ളൂ. എങ്ങനെ കാണാം? എന്നിലേക്ക് 1 കൂട്ടി പകുതി. ഞാൻ ഇങ്ങനെ തന്നെ പഠിപ്പിക്കണം കേട്ടോ. എത്ര? 50. 50ക്ക് 1 51ന്റെ പകുതി. 51ന്റെ പകുതി പറയുമ്പോൾ 50ന്റെ പകുതി 25ന്റെ പകുതി ആരി, അഥവാ 25-ാമത്തെ. ഒറ്റ കൺസെപ്റ്റ് പഠിച്ചത്. 25-ാമത്തെ ഇറങ്ങേണ്ട ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ഒരാളോ ഉണ്ടാവില്ല. ഒരു കുട്ടി ഉണ്ടാവും 25-ാമത്തെ കുട്ടി. എന്നിട്ട് 25 പറഞ്ഞാൽ 25 എന്നാണ് ഒട്ടും ചെയ്തിക്കണം. 26 എത്തിയിട്ടുമില്ല. ഇതിന് രണ്ടിന്റെ സെന്ററിലാണ്. ഇങ്ങനെ സെന്റർ 25-ാമത്തോ കാണാം 26-ാമത്തോ കാണാം. എത്ര മാത്രമേ പണിയുള്ളൂ. എന്താ ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലേ? മീഡിയം ക്ലാസ് ഏതേക്കാരം വരെ 25-ാമത്തെ 26-ാമത്തെയും കിടക്കുന്നത്.
ഈ ഒരു ക്ലാസ്സിലല്ലേ വരിക 25-ാമത്തെയും 26-ാം, അങ്ങനെ 22 ആൾക്കാർ കഴിഞ്ഞു. അടുത്ത 23 മുതൽ 31 വരെയുള്ള എല്ലാവരും ഈ ഗ്യാങ്ങിലാണ് വരിക, 25, 26-ാമത്തെ. സോ 30 to 40 ഗ്യാങ്ങില് 30 to 40 ഗ്യാങ് ഉണ്ടോ, ഇവരാണ് പെടുക. ഇവര് പെട്ട് കഴിഞ്ഞാൽ 30 to 40 ഗ്യാങ് ചെയ്ത് നോക്കുക. അപ്പൊ അവിടെ കോമൺ ഡിഫറൻസ് കിട്ടും. എത്ര കിട്ടും വെച്ച് കഴിഞ്ഞാൽ 30 to 40 ഗ്യാങ്ങിലുള്ള 9 ആളുകളാണ് അവിടെ വരിക. സോ ദാറ്റ് മീൻസ് കോമൺ ഡിഫറൻസ് 40/30 ഡിവൈഡഡ് ബൈ 9, അങ്ങനെ 0.111 എന്നൊക്കെ വരും. അത് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ 30 10/9 പറഞ്ഞാല് 1.111, അല്ലെങ്കിൽ 10/9 എന്ന് എഴുതിയാൽ മതി. ഇങ്ങനെ ഫസ്റ്റ് ടൈം ആരാ വരിക? 22 വരെ ബിലോ 30 താഴെ പോകും. 22 കഴിഞ്ഞാൽ അടുത്ത ആള് 23-ാമത്തെ ആളാണ്. അപ്പൊ ഫസ്റ്റ് ടൈമിന്റെ ഇക്വേഷൻ എന്താണ്? L+D/2. ഫസ്റ്റ് ടൈം 23-ാമത്തെ ആള് ചെയ്ത് നോക്കുക, സിമ്പിൾ ആയിട്ട് കിട്ടും. L എത്രയാണ്? L ഏറ്റവും മിനിമം വാല്യൂ 30 + D/2. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വാല്യൂ ആണ്, അതിന്റെ ഒരു പ്രശ്നം ഉണ്ടാവും നിങ്ങൾക്ക്. പക്ഷെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് തന്നെ ഉള്ളൂ. 1.111/2. അതിന്റെ പോയി ഇത്ര 30 + 0.505 ഇങ്ങനെ വരിക. ഡിവൈഡ് ചെയ്ത് നോക്കുക. ഈ ക്വസ്റ്റ്യനിൽ വാല്യൂസിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതാണ് നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പോ ആ ഒരു കൺഫ്യൂഷൻ കാരണമാണ് നിങ്ങൾക്ക് കിട്ടാത്തത്. അപ്പൊ എത്ര വരിക? 30.505 എന്ന് വരും. ഇങ്ങനെയാണ് വരിക. ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. ഇനിയിപ്പോ നിങ്ങൾക്ക് കഷ്ടപ്പെടാൻ താല്പര്യം ഉണ്ടെങ്കിൽ കഷ്ടപ്പെട്ടോളി. 25-ാമത്തെ ടൈമിന്റെയും 26-ാമത്തെ ടൈമിന്റെയും കറക്റ്റ് സെന്ററിൽ നിൽക്കുന്ന ആളെ കിട്ടണ്ടേ. അപ്പൊ 25-ാമത്തെ ടൈം എത്ര? 23-ാമത്തെ ടൈമില്ലേ ഇവിടെ? അതിലേക്ക് എത്ര ഡി കൂട്ടിയാൽ മതി? 2 ഡിയും കൂടി കൂട്ടിയാൽ പറ്റും. 23-ാമത്തെ ടൈം എത്ര? 30.505. അതിലേക്ക് 2 × D എത്ര? 1.111 ആണോ അല്ലേ? സോ ഇത് കൂട്ടി എത്ര വരിക? 30.505 പ്ലസ് 2.222. ഓക്കെ ആണ്. ഇത് എത്ര വരിക? 32 പോയിന്റ്. ഇത് കൂട്ടിയോട്ടെ. എങ്ങനെ കൂട്ടിയോക്കാം? 30.505 പ്ലസ് 2.222 ഉണ്ടോ? അങ്ങനെ കൂട്ടിയോട്ടോ. ഇവിടെ മാഞ്ഞു പോകണില്ല, ആവശ്യമില്ലാത്ത നേരത്തൊക്കെ മാഞ്ഞു പോകില്ല. സോ ദെൻ ഇത് കൂട്ടി കഴിഞ്ഞാൽ അങ്ങനെ കിട്ടും. സോ 25-ാമത്തെ ടൈം കിട്ടി. ഇങ്ങനെ 26-ാമത്തെ ടൈം കിട്ടുക. ഇതേപോലെ തന്നെ 25-ാമത്തെ ടൈം നിങ്ങളെ കയ്യിൽ ഇപ്പം ഉണ്ടല്ലോ. 25-ാമത്തെ ടൈം ഉണ്ടല്ലോ. 26-ാമത്തെ ടൈം ഉണ്ടെങ്കിൽ ഇവരുടെ ടീം പാടെ കൂട്ടിയാൽ പോരെ. അപ്പൊ 32.727 പ്ലസ് 1.111 എത്ര വരും? ആൻസർ ഈസ് 8.3 ഇതാണ് 26-ാമത്തെ ടൈം വരെ. അപ്പൊ 25-ാമത്തെ ടൈമിന്റെ 26-ാമത്തെ ടൈമിന്റെ സെന്ററിലാണ് മീഡിയൻ വരിക. മീഡിയൻ ഇസ് ഈക്വൽ ടു 25-ാമത്തെ ടൈം പ്ലസ് 26-ാമത്തെ ടൈം ഡിവൈഡഡ് ബൈ 2. 25-ാമത്തെ ടൈം എത്ര? 32.727 പ്ലസ് 26-ാമത്തെ ടൈം 33.838 ഡിവൈഡഡ് ബൈ 2. So the answer is 5 to 5 3 2 7 8 3 8 15. എത്ര വരും ആൻസർ? $33.2825 എന്നുള്ള ആൻസർ ആണ് നമുക്ക് കിട്ടുക. ഓക്കെ ആണല്ലേ? ഇത് ചെയ്ത് നോക്കുക. ഈ ലാസ്റ്റ് ക്വസ്റ്റ്യനിലെ നമ്പേഴ്സിൽ ഒരു പ്രശ്നമുണ്ട്. ഏതായാലും ഇത് ഇത്ര കൺസെപ്റ്റ് ഇത്ര ആലോചിച്ചാൽ മതി. ഇത് വെച്ച് പഠിച്ചാൽ മതി. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസേ വരുള്ളൂ. ഇത് ഞാൻ ഇട്ട സമയത്ത് പാടിയതാണ്. പലതല്ല, ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏകദേശം മിക്കവാറും വരിക ഓഡ് നമ്പർ ആയിട്ടുള്ളതേ വരുള്ളൂ. ഓക്കെ ആണല്ലേ? സോ ഒരു 7 വർഷം വന്നതിൽ 1-2 വർഷം 1 വർഷമായിട്ട് മാത്രമാണ് ഈവൻ നമ്പർ വന്നിരിക്കണം. ബാക്കിയുള്ളതിലൊക്കെ ഓടാ വന്നിരിക്കണേ. അപ്പോ ഒറ്റ സംഖ്യ വരുന്നതേ വരുള്ളൂ. ഈവൻ നമ്പർ വന്നാൽ എങ്ങനെ ചെയ്യണം എന്നുള്ള മാത്രം അറിഞ്ഞു വെക്കുക. എന്താ ചെയ്യാ? 25-ാമത്തെ കാണാൻ 26-ാമത്തെ 2 ടാസ്ക് ഉണ്ട്. മറ്റില്ല ആ ഒറ്റ ടാസ്കുള്ളൂ. എന്തേ കാണണ്ടേ ഉള്ളൂ. 20-ാമത്തെ കണ്ടാൽ അത് മാത്രമേ ഉള്ളൂ. ഇത് വെച്ച് പഠിക്കാൻ പറ്റിയത് ജസ്റ്റ് ആലോചിച്ച് വെക്കുക. സോ താങ്ക് യു.